ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്ലബ്. ഡേ 18 പ്രപ്പോസിഷനുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കി എന്ന് അറിയുന്നതിന് വേണ്ടി 2 ടാസ്കുകളും ഉണ്ടായിരുന്നു. ഒരു ടാസ്ക് നമ്മൾ അവിടെ തന്നെ മനസ്സിലാക്കിയതാണ്, അതിന്റെ ഉത്തരങ്ങൾ. ഇത് രണ്ടാമത്തെ ടാസ്ക് ആണ്, അതിന്റെ ഉത്തരങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം. ഈ പ്രപ്പോസിഷൻസ് എല്ലാം ഓൾറെഡി ഡേ 18 വളരെ വിശദമായി തന്നെ നമ്മൾ പരിചയപ്പെട്ടതാണ്. അത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പോൾ ഉത്തരങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേ 18 ഒന്നുകൂടെ കണ്ട് കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒന്നാമത്തെ സെന്റൻസിൽ ദിസ് ഷോപ്പ് ഡസ് നോട്ട് ഹാവ് ദ ടോയ്സ് ഐ വാസ് ലുക്കിംഗ് ഫോർ എന്നുള്ളതാണ് അവിടുത്തെ പ്രപ്പോസിഷൻ. അപ്പോൾ ഫോർ ഏത് സാഹചര്യത്തിലാണ് ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഡേ 18 പ്രപ്പോസിഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്, അത് കാണുവാൻ ശ്രമിക്കുക. ദ ടീച്ചർ ഡിവൈഡ് ദ സ്വീറ്റ്സ് എമംഗ് ഓൾ ദ ചിൽഡ്രൻ എന്നുള്ളതാണ് അവിടെ ആൻസർ. നമുക്കറിയാം 2-ൽ കൂടുതലാണെങ്കിൽ എമംഗ് ആണ് ഉപയോഗിക്കുന്നത്, 2 പേർക്കിടയിലാണെങ്കിലാണ് നമ്മൾ ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത്. മനോജ് ഡിഡ് നോട്ട് ഫെയർ വെൽ ഇൻ ഹിസ് എക്സാമിനേഷൻ എന്നുള്ളതാണ്. അടുത്തത് ദ ഡോഗ് ഈസ് ഗ്രേറ്റ്ഫുൾ ടു ഇറ്റ്സ് ഓണർ. ദ ബോയ് അറ്റ് ദ സ്റ്റോർ ഈസ് ക്വൈറ്റ് യങ്. Mahatma Gandhi was born on 2nd October. The dog jumped on the sofa. The police officer is at the station. The sun will not rise before 6 o'clock. I know John since he was a little boy. Priya's house is next to mine. The scientist looked through the microscope. I met Suhasini when I was in college. I will have completed my task by Friday. There is a rift between these 2 kids. The soldiers are at war. We walked up to the edge of the desert. Stop worrying about your exam. Everything will be fine. She drinks a liter of water every day without fail. I come from a big family. Match the pictures with the names. ഈ പ്രപ്പോസിഷൻസ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാ കൂട്ടുകാർക്കും ശരിയായി എന്ന് കരുതുന്നു. ഇനിയും ശരിയായിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രപ്പോസിഷൻ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ അത്തരത്തിൽ മനസ്സിലാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഡേ 18 ഒന്നുകൂടെ കാണുക. അവിടെ വളരെ വ്യക്തമായി തന്നെ ഓരോ പ്രപ്പോസിഷനും ഉദാഹരണങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അത് കണ്ടും മനസ്സിലാക്കി വെക്കുക. ഇംഗ്ലീഷ് ഭാഷ നമ്മൾ എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡേ 19 പഠിച്ചു തുടങ്ങാം. അപ്പൊ ഡേ 19 നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഇംഗ്ലീഷിൽ നമുക്കറിയാം പ്രധാനപ്പെട്ട 3 ടെൻസുകളാണുള്ളത്: പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഇപ്പൊ എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നത് പ്രസന്റ് ടെൻസിലാണ്, കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറയുന്നത് പാസ്റ്റ് ടെൻസിലാണ്, അതുപോലെ തന്നെ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നത് ഫ്യൂച്ചർ ടെൻസിലാണ്. അപ്പൊ ഇത്തരത്തിൽ ഇംഗ്ലീഷിൽ ആശയവിനിമയങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ടെൻസുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഗ്രാമർ പഠിക്കേണ്ടത് ഇംഗ്ലീഷ് സംസാരിക്കാൻ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമൊന്നുമല്ല. എന്തിനാണ് നമ്മൾ ഈ ഗ്രാമർ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇംഗ്ലീഷ് നമുക്ക് അറിയാമെന്നൊരു കോൺഫിഡൻസ്, ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ്. അത്തരത്തിൽ ഇംഗ്ലീഷ് അറിയാമെന്നൊരു ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഭാഷ കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിനുവേണ്ടി മാത്രമാണ് ഈ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. നമ്മളൊരു സെന്റൻസ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ 3 കാര്യങ്ങളുണ്ട്. നമ്മൾ ഡേ 1 പഠിച്ചതാണ് സബ്ജക്റ്റീവ്, വെർബ്, ഒബ്ജക്റ്റീവ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇംഗ്ലീഷ് നമ്മൾ എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും ഈ ഒരു സ്ട്രക്ചറിൽ മാത്രമാണ് നമ്മൾ കാര്യങ്ങൾ പറയേണ്ടത്. അപ്പൊ സബ്ജക്റ്റ് എന്താണ് നമുക്കറിയാം. ഐ എന്നും വി എന്നും യു എന്നും ദേ എന്നൊക്കെ തുടങ്ങുന്നതാണ് സബ്ജക്റ്റ്, അല്ലേ? അതുപോലെ വെർബ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. കം എന്നും, ഗോ എന്നും, ജമ്പ് എന്നും, റൺ എന്നും, വാക്ക് എന്നുള്ളതാണ് വെർബ്. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ലവ് എന്നുള്ള വെർബ്, അതിന്റെ ബേസ് ഫോം നമ്മൾ പറയേണ്ടത് വെർബ് മാത്രം, ടെൻസിലൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. സെപ്പറേറ്റ് ഒരു വാക്കായിട്ട് പറയുകയാണ്. ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട അർത്ഥം എന്നാൽ സ്നേഹിക്കുക എന്ന് മാത്രമാണ്. അവിടെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്, സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റാണ്, സ്നേഹിക്കുമെന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത്തരത്തിൽ നമ്മൾ ബേസ് ഫോം പറയുമ്പോൾ എന്താണ്, സ്നേഹിക്കുക എന്ന് മാത്രം പറയണം. ഓരോ ടെൻസിലും നമ്മൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ മലയാള പ്രയോഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ മനസ്സിലാക്കി വെക്കേണ്ടത്. അതിന്റെ ഒരു വെർബ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ബേസ് ഫോം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ ഇവിടെ പ്രസന്റ് ടെൻസ് ഞാൻ പറഞ്ഞു, ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ. പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു പോയതാണ്, ഫ്യൂച്ചർ ടെൻസിന് നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്, അല്ലേ? അപ്പൊ അത്തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ടെൻസുകൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ നോക്കുകയാണെങ്കിൽ, മലയാളം നമ്മൾ സംസാരിച്ച് നമ്മൾ ഗ്രാമർ സെപ്പറേറ്റ് പഠിച്ചിട്ടില്ല എങ്കിലും നമ്മൾ കേട്ട് പല ഗ്രാമറിന്റെ സ്ട്രക്ചറുകൾ നമ്മുടെ ഉള്ളിൽ ഉറച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മലയാളത്തിൽ നമ്മൾ സെന്റൻസുകൾ പറയുമ്പോൾ തെറ്റാതിരിക്കുന്നത്.
അപ്പൊ അച്ഛൻ നാളെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ചിലർക്ക് മനസ്സിലായി കാണാൻ ഞാൻ ഈ പറഞ്ഞ സെന്റൻസ് തെറ്റാണ്, ചിലർക്ക് മനസ്സിലായി കാണില്ല. അപ്പൊ അച്ഛൻ നാളെ വന്നു എന്ന് പറഞ്ഞാൽ അവിടെ വന്നു എന്ന് പറഞ്ഞ വെർബ് എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയതിനെ കാണിക്കാൻ വേണ്ടിയാണ്. അവിടെ നിന്ന് ഒരിക്കലും നമ്മൾ നാളെ ഉപയോഗിക്കില്ല, ഇന്നലെ അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ വന്നു എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ സെന്റൻസിലെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ നാളെ എന്ന് ഉപയോഗിച്ചത് കൊണ്ടാണ്. അത് മനസ്സിലാക്കി എന്തുകൊണ്ടെന്ന് വെച്ചാൽ മലയാളത്തിൽ നമുക്ക് ബേസിക് ഗ്രാമറൊക്കെ അറിയാം എന്നുള്ളത് കൊണ്ടാണ് അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലായത്. അത്തരത്തിലാണ് ഇംഗ്ലീഷിന്റെയും കാര്യം. ബേസിക് ഗ്രാമർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സ്വയം തിരുത്താനും മറ്റൊരാൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ്. പ്രസന്റ് ടെൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ലവ് എന്നുള്ള വെർബ് പറയുമ്പോൾ സ്നേഹിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇവിടെ ബേസ് ഫോം, ഒരു വെർബിന്റെ ബേസ് ഫോം സ്നേഹിക്കുകയാണ്. അത് പ്രസന്റ് ടെൻസിലേക്ക് വരുമ്പോൾ അത് സ്നേഹിക്കുന്നു എന്നായി മാറും, അല്ലേ? നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത് പാസ്റ്റ് ടെൻസ് വരുമ്പോൾ നമുക്കറിയാം അത് ലവ്ഡ് എന്നുള്ളത് എന്താണ്, സ്നേഹിച്ചു എന്നുള്ളതായി. അപ്പൊ വെർബ് മാറുകയാണ്. പാസ്റ്റ് ടെൻസിലേക്ക് വരുമ്പോൾ സ്നേഹിക്കുക എന്നുള്ള വെർബ് എന്തായി, സ്നേഹിച്ചു എന്നായി മാറും. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ലവ്ഡ് യു എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫ്യൂച്ചർ ടെൻസിൽ വരുമ്പോൾ അല്ലേ സ്നേഹിക്കുക എന്നുള്ള വെർബ് സ്നേഹിക്കുമെന്നായി മാറും. അവിടെ നമ്മൾ സെന്റൻസിൽ പറയുന്നത് ഐ വിൽ ലവ് യു എന്നുള്ളതാണ്. ഈ വെർബ് സ്നേഹിക്കുക എന്നുള്ള വെർബിനെ പ്രസന്റ് ടെൻസിൽ വരുമ്പോൾ സ്നേഹിക്കുന്നു എന്നും അത് പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ സ്നേഹിച്ചു എന്നും ഈ ഫ്യൂച്ചർ ടെൻസിൽ വരുമ്പോൾ സ്നേഹിക്കും എന്നായി മാറും. അപ്പൊ നമ്മൾ വെർബിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതാണ് ഈ ടെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം സെന്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ഐ ലവ് യു എന്നുള്ളതും ഐ ലവ്ഡ് യു എന്നുള്ളതും ഐ വിൽ ലവ് എന്നുള്ളതുമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതൊരു സ്ട്രക്ചറാണ്. എന്താണ് ആ സ്ട്രക്ചർ എന്ന് ചോദിച്ചാൽ നമ്മൾ ഡേ 1 മനസ്സിലാക്കിയതാണ് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. ഇംഗ്ലീഷ് നമ്മളൊരു സെന്റൻസ് എഴുതുമ്പോഴും പറയുമ്പോഴും ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെച്ചിട്ട് വേണം അത് ഉപയോഗിക്കാൻ. ഓരോ ടെൻസിനും ഈ പറയുന്നത് പോലെ ഓക്സിലറി വെർബുകളുണ്ട്. ഈസ് എന്നും ആറെന്നും ആമെന്നും വാസു വേർ ഹാസ് ഹാവ് ബില്ല് ഇതൊക്കെ ഓക്സിലറി വെർബുകളാണ്. ഈ ഓക്സിലറി വെർബുകൾ എന്തിനാണെന്ന് ചോദിച്ചാൽ ഓരോ ടെൻസിനെയും മനസ്സിലാക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആ ടെൻസ് ഇപ്പൊ ബില്ല് വന്നു കഴിഞ്ഞാൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ആണെന്ന് മനസ്സിലാക്കാം. ഹാസ് ഓർ ഹാവ് വന്നു കഴിഞ്ഞാൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഈസാറാമ വന്നു കഴിഞ്ഞാൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാം. അത്തരത്തിൽ എന്താണ് ഓരോ ടെൻസുമായി ബന്ധപ്പെടുത്തിയാണ് അവർ ഓക്സിലറി വെർബുകൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ടെൻസുമായി ബന്ധപ്പെടുത്തി അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ സബ്ജക്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് 9 പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ ഐ എന്നും വി എന്നും യു എന്നും ദേ എന്നും ഹി എന്നും ഷീ എന്നും ഇറ്റ് എന്നും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ. ഈ സബ്ജക്റ്റുകൾ ഒരു സെന്റൻസ് നമ്മൾ ഇംഗ്ലീഷ് എഴുതിയാലും പറഞ്ഞാലും അത് ആദ്യം നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. സെന്റൻസിന്റെ നീളമോ വലിപ്പമോ ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ആ സെന്റൻസിൽ പ്രവൃത്തി ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ്. ഇല്ല, പ്രവൃത്തി ചെയ്യുന്ന ആൾ അവിടെ ഉണ്ടോ എന്നുള്ളതാണ്. ഇവിടെ ഐ ലവ് യു എന്നുള്ള സെന്റൻസിൽ അവിടെ സബ്ജക്ട് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഐ ആണ്, അല്ലേ? നമ്മൾ ആദ്യം ഐ ആണ് എഴുതേണ്ടത്. അവിടെ പ്രവൃത്തി ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഞാനാണ്. എന്താണ് പ്രവൃത്തി? സ്നേഹിക്കുക എന്നുള്ള പ്രവൃത്തി ചെയ്യുന്നത് ഞാനാണ്. രണ്ടാമത് നമ്മൾ പോകുന്നത് ഈ ഒരു ഇക്വേഷനിലാണ്. ഏതാണ് വെർബ്? പ്രവൃത്തി ഏതാണെന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്നേഹിക്കുക എന്നുള്ളതാണ് പ്രവൃത്തി, അല്ലേ? ലവ് ആണ്. ആ ലവ് നമ്മൾ ഇവിടെ എഴുതണം. പ്രവൃത്തി നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഓക്സിലറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികൾ, മറ്റൊന്ന് മെയിൻ ആയിട്ടുള്ള പ്രവൃത്തികൾ. അപ്പോൾ ഓക്സിലറി വെർബ് നമ്മൾ പറഞ്ഞു ടെൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈസ് ആറ് വാസ് വേർ ഹാസ് ഹാവ് വില്ലൊക്കെയാണ് ഓക്സിലറി. അത് ആ ടെൻസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ആദ്യം അത് എഴുതണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ വെർബ് എഴുതുക എന്നുള്ളതാണ്. അത് നമുക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ചുകൂടി വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ ഓക്സിലറി വെർബ് ഇല്ല. ഇത് നമ്മൾ നോക്കേണ്ടത് സിമ്പിൾ പ്രസന്റ് ആണ്. ഇവിടെ നമ്മൾ എഴുതുന്നത് എന്താണ്? പ്രവൃത്തി മാത്രമാണ്, ലവ് എന്നുള്ള പ്രവൃത്തി. അത് കഴിഞ്ഞ് നമ്മൾ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് നമ്മൾ ഡേ 1 മനസ്സിലാക്കിയതാണ്. ഒരു സെന്റൻസിൽ നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ ആര് അല്ലെങ്കിൽ എന്തിനെ എന്നുള്ള ആൻസർ കിട്ടുന്നുവെങ്കിൽ വളരെ അനായാസം നമുക്ക് മനസ്സിലാക്കാം അതാണ് ആ സെന്റൻസിലെ ഒബ്ജക്റ്റ് എന്നുള്ളത്. ഇപ്പൊ ഞാൻ സ്നേഹിക്കുന്നു, അവിടെ ചോദ്യമാണ്. ഞാൻ സ്നേഹിക്കുന്നു ആരെ അല്ലെങ്കിൽ എന്തിനെന്ന് ചോദിച്ചാൽ അവിടെ ആരെ എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും. യു, നിന്നെ അല്ലെങ്കിൽ നിങ്ങളെ എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലേ? അപ്പോൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത് നമ്മൾ ഈ സെന്റൻസിന്റെ സ്ട്രക്ചർ അനുസരിച്ച് സബ്ജക്ട് കഴിഞ്ഞാൽ എന്ത് എഴുതണം? വെർബ് എഴുതണം. ഇവിടെ ഓക്സിലറി വെർബ് ഇല്ലാത്ത നമ്മൾ മെയിൻ വെർബാണ് എഴുതേണ്ടത്. എന്താണ്? ലവ് എന്നുള്ളത്. മൂന്നാമത് നമ്മൾ സെന്റൻസിന്റെ സ്ട്രക്ചർ അനുസരിച്ച് എഴുതേണ്ടത് എന്താണ്? ഒബ്ജക്റ്റ് ആണ്, അല്ലേ? ഒബ്ജക്റ്റ് ഞാൻ പറഞ്ഞു ആരാണ്? യു എന്നുള്ളതാണ് ഇവിടെ ഒബ്ജക്റ്റ്. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് എഴുതുകയും പറയുകയും ചെയ്യേണ്ടത് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്താണ് ക്രമത്തിൽ. ഇവിടെ നമുക്ക് ഓക്സിലറി വെർബ് വെച്ചിട്ടുള്ള ഒരു സെന്റൻസ് കൂടി മനസ്സിലാക്കാം. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പ്രവൃത്തി ചെയ്ത ആളിവിടെ ഐ, ഞാൻ തന്നെയാണ്. രണ്ടാമത് നോക്കിക്കഴിഞ്ഞാൽ വെർബാണ് എഴുതേണ്ടത്, അല്ലേ? ഇവിടെ രണ്ട് വെർബ് നിങ്ങൾക്ക് കാണാം, ഓക്സിലറിയും കാണാം, അതുപോലെ മെയിൻ വെർബും കാണാം. ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ആദ്യം ഓക്സിലറി വെർബ് എഴുതണം. ഇത് ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് അവിടെ നമുക്ക് സബ്ജക്റ്റ് കഴിഞ്ഞ് വില്ല് പ്ലസ് എന്താണ് വെർബിന്റെ V1 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് വില്ല് എന്നുള്ള എന്താണ് ഓക്സിലറി വെർബ് ഞാൻ എഴുതി.
അത് കഴിഞ്ഞ് മെയിൻ വെർബ് ലവ് എന്നുള്ള മെയിൻ വെർബ് എഴുതി, അത് കഴിഞ്ഞ് ഞാൻ ഒബ്ജക്റ്റ് എഴുതി. അപ്പൊ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഇംഗ്ലീഷിൽ സെന്റൻസുകൾ എഴുതുകയും പറയുകയൊക്കെ ചെയ്യേണ്ടത്. ഇവിടെ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിലറി വെർബ് കഴിഞ്ഞ് നമ്മൾ മെയിൻ വെർബ് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മളൊരു സെന്റൻസ് എന്താണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ അനായാസം നിങ്ങൾക്ക് എഴുതാനും സംസാരിക്കാനും സാധിക്കും എന്നുള്ളതാണ്. ടെൻസുമായി ബന്ധപ്പെട്ട് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് എന്ന് മാത്രം അവർ ഉണ്ടാക്കി വെച്ചിട്ടില്ല. അത് നമുക്ക് കുറച്ച് പണി തരാൻ തീരുമാനിച്ചതാണ്. എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, ഓരോ ടെൻസിന്റെയും 4 പാർട്ട് കൂടി അവർ എന്താണ് തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു പർപ്പസ് ഉണ്ട്. എന്താണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഇപ്പൊ പ്രസന്റ് ടെൻസുമായി ബന്ധപ്പെട്ടും പാസ്റ്റ് ടെൻസുമായി ബന്ധപ്പെട്ടും ഫ്യൂച്ചർ ടെൻസുമായി ബന്ധപ്പെട്ടും 4 പാർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അറിയാം സിമ്പിൾ എന്നും കണ്ടിന്യൂസ് എന്നും പെർഫെക്റ്റ് എന്നും പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നും. അപ്പൊ നമ്മളിത് ഓരോ ടെൻസിൽ പറയുകയാണെങ്കിൽ പ്രസന്റ് സിമ്പിൾ പ്രസന്റ് എന്നും, പ്രസന്റ് കണ്ടിന്യൂസ് എന്നും, പ്രസന്റ് പെർഫെക്റ്റ് എന്നും, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നും പറയും. ഇനി ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, സിമ്പിൾ പ്രസന്റ് ആണ്. ഓരോ ടെൻസിനും ഓരോ പർപ്പസ് ഉണ്ട്. അത് ജസ്റ്റ് മനസ്സിലാക്കുക. ഈ ടെൻസ് പഠിക്കാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ആ ടെൻസിന്റെ ഉപയോഗം, അതിന്റെ യൂസേജ് എന്താണെന്നുള്ളതാണ്. 2 അതിൽ ഓക്സിലറി വെർബ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. 3 മനസ്സിലാക്കുന്നത് വെർബിന്റെ രൂപം, അത് V1 ആണോ V2 ആണോ V3 ആണോ ING ആണോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഗ്രാമറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് വെർബിന്റെ രൂപങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ വെർബിന്റെ രൂപങ്ങളും പഠിക്കേണ്ട, അത്യാവശ്യം നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു 100 വെർബുകൾ അത് പഠിച്ചു വെച്ചേക്കുക. കം എന്നും, ഗോ എന്നും, റൺ എന്നും, ജമ്പ് എന്നും, വാക്ക് എന്നും, ഈറ്റ് എന്നും, സ്ലീപ്പ് എന്നും, ഇങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വെർബുകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ 3 രൂപങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ അനായാസം നമ്മൾ ടെൻസുമായി ബന്ധപ്പെട്ട് V1, V2, V3 ഒക്കെ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ ഈസിയായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ സിമ്പിൾ പ്രസന്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ. ഒരാൾ എല്ലാ ദിവസവും ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണ്, രാവിലെ ഉറക്കം എഴുന്നേൽക്കാറുണ്ട്, പല്ല് തേക്കാറുണ്ട്, കുളിക്കാറുണ്ട്, TV കാണാറുണ്ട്, റീൽസ് കാണാറുണ്ട്, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്, എന്താണ് പഠിക്കാറുണ്ട്, അല്ലെ കളിക്കാറുണ്ട്, കൂട്ടുകാരോട് സംസാരിക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസന്റിലാണ്. റൊട്ടീൻ നമ്മുടെ ദിനചര്യയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹാബിറ്റ്, നമ്മുടെ ശീലവുമായി ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഒരാളെ കാര്യം പറയുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ കാര്യം പറഞ്ഞാലും അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട ടെൻസ് സിമ്പിൾ പ്രസന്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇംഗ്ലീഷിൽ എന്തെങ്കിലും സത്യങ്ങൾ നിങ്ങൾക്ക് വിളിച്ചു പറയാനുണ്ട് അല്ലേ, നമ്മൾ മലയാളികളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സത്യങ്ങൾ വിളിച്ചു പറയേണ്ടത് മലയാളത്തിൽ തന്നെയാണ്, അതൊരു വിഷയമല്ല. ഇംഗ്ലീഷുകാരെ ആരടുത്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സത്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങളവിടെ ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ പ്രപഞ്ച സത്യങ്ങളൊക്കെ പറയുന്നത് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൂര്യൻ കിഴക്കുദിക്കുന്നു അല്ലെ, മനുഷ്യന് കൈകടത്തലില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ പ്രപഞ്ച സത്യങ്ങൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ പ്രപഞ്ച സത്യങ്ങൾ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസും എന്താണ്, സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ സിമ്പിൾ പ്രസന്റിന്റെ ഉപയോഗം ഇത്രയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ പ്രസന്റിൽ സെന്റൻസിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ സബ്ജക്ട് കഴിഞ്ഞ് നമ്മൾ വെർബ് പറയുക, അത് കഴിഞ്ഞ് ഒബ്ജക്റ്റ് പറയുക. പക്ഷെ വെർബ് പറയുമ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് സിമ്പിൾ പ്രസന്റ് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്, അവിടെ ഒരാളാണെങ്കിൽ നമ്മളൊരു എസ് ചേർക്കും അതിന്റെ കൂടെ. ചില സാഹചര്യങ്ങളിൽ ESഉം മറ്റു ചില സാഹചര്യങ്ങളിൽ IESഉം ചേർക്കും. അതെന്താണെന്ന് വഴിയെ മനസ്സിലാക്കാം. സിമ്പിൾ പ്രസന്റിന്റെ സെന്റൻസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു സെന്റൻസ് എടുക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഞാൻ ഒരു നോവൽ എഴുതാറുണ്ട്. ഏത് ടെൻസ് ആണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ മലയാള പ്രയോഗങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ആവശ്യം. ഇവിടെ എഴുതുക എന്നുള്ളൊരു വെർബിനെ എഴുതാറുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് സിമ്പിൾ പ്രസന്റ് ആണ്. നമ്മൾ പതിവായി എന്താണ് ചെയ്യാറുള്ള കാര്യമായിരിക്കാം. ഞാൻ സിനിമകൾ കാണാറുണ്ട്, ഞാൻ അവരോട് സംസാരിക്കാറുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ സെന്റൻസ് നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിലൊരു സെന്റൻസ് ആണ്, അതിനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ പറ്റും. ഈ ഒരു എന്താണ് ഫോർമാറ്റ് നോക്കിയാൽ മതി. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഇംഗ്ലീഷ് തെറ്റില്ലാതെ എഴുതണം, സംസാരിക്കണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഈ ഒരു സ്ട്രക്ചർ പഠിച്ചു വെക്കുക. വളരെ അത്യാവശ്യമാണ്, വളരെ ഈസിയാണ് ഇത് മനസ്സിലാക്കാൻ. അപ്പൊ ഈ സ്ട്രക്ചർ അനുസരിച്ച് ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതണമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ സബ്ജക്റ്റ് ഈ സെന്റൻസ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ പ്രവൃത്തി ചെയ്യുന്ന ആരാണ്, ഞാൻ ഒരു നോവൽ എഴുതാറുണ്ടെന്നാണ്. അവിടെ എഴുതുക എന്നുള്ള പ്രവൃത്തി എന്നത് ഞാനാണ്. അപ്പൊ I എന്നുള്ളതാണ് സബ്ജക്റ്റ് അല്ലേ, നമ്മൾ എന്ത് എഴുതും, I എന്ന് എഴുതി. രണ്ടാമത് നമുക്കറിയാം അവിടെ പ്രവൃത്തിയാണ് എഴുതേണ്ടത്, വെർബ് അല്ലേ. ഇവിടെ ഓക്സിലറി വെർബ് എല്ലാം ഉണ്ടാകുന്ന ആദ്യം നമ്മൾ നോക്കുകയാണ്. ഇവിടെ ഓക്സിലറി വെർബ് ഒന്നും ഇല്ല എന്റെ റൂൾ അനുസരിച്ചിട്ട്. ഇവിടെ മെയിൻ വെർബ് മാത്രമാണുള്ളത്. മെയിൻ വെർബിൽ തന്നെ ചെറിയൊരു കണ്ടീഷൻ ഉള്ളത്, അവിടെ സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ നമ്മൾ ആ പ്രവൃത്തിയുടെ കൂടെ ഇല്ലേ, ഈ വെർബിന്റെ കൂടെ ഒരു SO, ESO, ISO ചേർക്കണം. സിമ്പിൾ പ്രസന്റീവ് മാത്രമേ ഉള്ളൂ, വേറെ എവിടെ ഇല്ല. അതും ഒരാളാണെങ്കിൽ മാത്രമാണ്. അപ്പൊ നമ്മൾ എഴുതാറുണ്ടെന്ന് പറയുമ്പോൾ എഴുതുക എന്നുള്ള വെർബ് ഇവിടെ എഴുതുകയാണ്, എന്താണ്, റൈറ്റ് എന്നുള്ളത് ഇല്ലേ. റൈറ്റ് എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ സ്വാഭാവികമായും ചിന്തിക്കും, നേരത്തെ പറഞ്ഞത് ഒരാളാണെങ്കിൽ അവിടെ ഒരു SO, ESO ഒക്കെ ചേർക്കണ്ടേ, ഇവിടെ എന്തുകൊണ്ട് I എന്ന് പറഞ്ഞിട്ട് അവിടെ ചേർത്തില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. I എന്ന സബ്ജക്റ്റിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക പരിഗണന ആ സബ്ജക്റ്റിന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷിൽ നമ്മൾ I എന്ന സബ്ജക്റ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് പ്ലൂറൽ ആയിട്ട്, ഒന്നിൽ കൂടുതലായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഇത് ആൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ ക്ലാസ് കാണാത്തവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഒന്നുകൂടി ഇത് ആവർത്തിക്കുന്നത്.
ഐ എന്ന സബ്ജക്റ്റും യു എന്ന സബ്ജക്റ്റും ഇംഗ്ലീഷിൽ നമ്മൾ എവിടെ ഉപയോഗിച്ചാലും അതിനെ പ്ലൂറലായിട്ട് ഒന്നിൽ കൂടുതലായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ട്രീറ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കാന്ന് ചോദിച്ചാൽ, ഒന്നിൽ കൂടുതലായിട്ടുള്ള സബ്ജക്റ്റുകൾ നമ്മളൊരു സെന്റൻസിൽ ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് വേണം ഇതിന്റെയൊക്കെ കൂടെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഐ എന്ന് പറഞ്ഞാൽ ഐ ഹാസ് അല്ല, ഐ ഹാവ് ആണ്. എന്തുകൊന്ന് ചോദിച്ചാൽ ഒന്നിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള സബ്ജക്ട് പറയുമ്പോഴാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ദേ ഹാവ് എന്ന് പറയും, അവർ എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതലാണ്. അതുപോലെ വി ഹാവ്, ഞങ്ങൾ ഒന്നിൽ കൂടുതലായതുകൊണ്ട് അവിടെ ഹാവ് ഉപയോഗിച്ചു. അതുപോലെ തന്നെ പ്രാധാന്യം ഐ എന്ന സബ്ജക്റ്റിന് ഉള്ളത് കൊണ്ടാണ് അവിടെ ഐ ഹാവ് എന്ന് പറയുന്നത്. ഐ ഹാസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതുപോലെ യു എന്ന് പറഞ്ഞാൽ നീ എന്നും നിങ്ങളെന്നും പറയും. ചില സാഹചര്യങ്ങൾ ഒരാളായിട്ടും മറ്റു ചില സാഹചര്യങ്ങൾ ഒന്നിൽ കൂടുതലായിട്ടും നമുക്ക് എന്താണ് യു എന്ന സബ്ജക്റ്റിനെ പറയാൻ പറ്റും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഇംഗ്ലീഷിൽ എവിടെ യു ഉപയോഗിച്ചാലും പ്ലൂറലായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഐക്കും ഒരു പ്രത്യേക പരിഗണനയുണ്ട്. ഐ എന്ന സബ്ജക്റ്റ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് എന്താണ് പ്ലൂറലായിട്ടാണ്, പ്രത്യേകം ഓർമ്മിച്ചു വെക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഐ റൈറ്റ് എന്ന് എഴുതിയത്. ഇവിടെ എസും ഇ എസും ഐ എസും ഒന്നും ചേർക്കാത്തത്. ഇവിടെ മനു എന്നോ മഞ്ജു എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ എന്താണ് അവിടെ എസ് ചേർത്തിന് റൈറ്റ്സ് എന്ന് നമ്മൾ എഴുതിയതിന് ഇത് പ്രത്യേകം എന്താണ് ഓർമ്മിക്കണം. ഇപ്പൊ ഞാനിവിടെ എഴുതുകയാണ് ഐ റൈറ്റ്. പിന്നെ നമുക്കറിയാം അടുത്ത ഒബ്ജക്റ്റ് ഇല്ലേ, ആരെ അല്ലെങ്കിൽ എന്തിനെന്ന് ആൻസർ ചോദിച്ചാൽ ഞാൻ എഴുതാറുണ്ട്. ആരെ അല്ലെങ്കിൽ എന്തിനെന്ന് ചോദിച്ചാൽ എന്താണ് ഒരു നോവൽ എഴുതാറുണ്ട് ഇല്ലേ, അവിടെ എന്താണ് എ നോവൽ എന്നുള്ളതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. അത് ഞാനിവിടെ സബ്ജക്റ്റ് എഴുതി, രണ്ടാമത് പ്രവൃത്തി എഴുതി, മൂന്നാമത് എന്താണ് ഒബ്ജക്റ്റ് ഇല്ലേ, ആരെ അല്ലെങ്കിൽ എന്തിനെ എന്നുള്ള ആൻസർ എനിക്ക് കിട്ടിയത് ഈ നോവൽ എന്നുള്ളതാണ്. അത് എഴുതി. ഇനി അടുത്ത സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ്, അവൾ ഒരു നോവൽ എഴുതാറുണ്ട് എന്നുള്ളതാണ് അടുത്ത സെന്റൻസ് അല്ലേ. അവിടെ നമുക്കറിയാം ആദ്യം സബ്ജക്റ്റ് നമ്മൾ എഴുതണം. ഇവിടെ പ്രവൃത്തി ചെയ്യുന്ന ആളാരാണ്, അവളാണ്. ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും, ഷീ എന്ന് പറയും അല്ലേ. ഇനി രണ്ടാമത് നമുക്കറിയാം വെർബാണ് എഴുതേണ്ടത്. ഇവിടെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ല. ഇവിടെ നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ അതേ മെത്തേഡ് തന്നെയാണ്. ഇവിടെ വ്യത്യാസം, ഒരാളാണെങ്കിൽ നമ്മൾ വെർബിന്റെ രൂപം അനുസരിച്ച് എസ്ഒ ഇ എസ്ഒ ഐ എസ്ഒ ഏതെങ്കിലും ഒരെണ്ണം അതിന്റെ കൂടെ ചേർക്കും എന്നുള്ളതാണ്. ഇവിടെ നോക്കേണ്ടത് എന്താണ്, എസ് ആണ് ചേർക്കുന്നത് അല്ലെ, റൈറ്റ്സ് എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികം നിങ്ങൾക്ക് ചോദ്യം പറയാം ഇ എസ്ഒ ഐ എസ്ഒ എവിടെയാണ് ചേർക്കേണ്ടതെന്ന് അത് വഴിയെ ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്ത് നമുക്കറിയാം ഒബ്ജക്റ്റ് ആണ് അല്ലെ. ഒബ്ജക്റ്റ് മാറ്റമൊന്നുമില്ല, ഈ നോവൽ തന്നെയാണ്. ഷീ റൈറ്റ്സ് എ നോവൽ, അവൾ ഒരു നോവൽ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത് നോക്കാം, ഒന്നിൽ കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഈ സെന്റൻസ് നമ്മൾ എങ്ങനെ പറയും എന്നുള്ളതാണ്. അപ്പൊ അവർ എന്ന് വെച്ചാൽ ദേ ആണ്, ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ് അല്ലെ. അപ്പൊ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് റൂൾ അനുസരിച്ച് സബ്ജക്റ്റ് ഐ ആയാലും ഒന്നിൽ കൂടുതലായാലും അവിടെ വെർബിന്റെ V1 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരാളാവുമ്പോഴാണ് ഷീ എന്നോ ഹി എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ അതിന്റെ കൂടെ എസ് ഓർ ഇ എസ് ഒക്കെ ചേർക്കുന്നത്. അപ്പൊ അവർ എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നമ്മൾ ദേ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് എന്താണ് നമ്മൾ വെർബിന്റെ V1 യൂസ് ചെയ്യുന്നു, ദേ റൈറ്റ് അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് ഒബ്ജക്റ്റ് എഴുതുന്നു, എ നോവൽ. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. ഐ റൈറ്റ് എ നോവൽ, ഷീ റൈറ്റ്സ് എ നോവൽ, they write a novel. ഇവിടെ മാത്രം വ്യത്യാസമാണ്. റൈറ്റ്സ് എന്ന് പറഞ്ഞു, റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ ഒരാളായതുകൊണ്ടാണ്. ഒരു സെന്റൻസ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് മനസ്സിലാക്കുക. ആ ഓർഡറിൽ നിങ്ങൾ എഴുതുക എന്ന് മാത്രമാണ്, വേറെ ഒന്നും ഇതിനകത്തില്ല കേട്ടോ. അപ്പൊ ടെൻസ് അനുസരിച്ചിട്ട് ചിലപ്പോൾ എന്താണ് ഓക്സിലറി വെർബ് വരുന്നുണ്ടെങ്കിൽ ആ ഓക്സിലറി വെർബ് കൂടി എന്താണ് ഈ വെർബിന് മുമ്പ് ഇവിടെ കാണിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എസ് ഇ എസ് ഐ എസ് അത് എങ്ങനെ മനസ്സിലാക്കാം എന്ന് കൂടി നോക്കാം. ഷീ ഗോ ടു സ്കൂൾ എന്നുള്ളതാണ്. അവിടെ ഷീ ഗോസ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ GOS എന്നുള്ളത് ഇംഗ്ലീഷിൽ തെറ്റാണ്. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ES ആണ് ചില വെർബിന്റെ കൂടെ. അപ്പോൾ 100 വെർബ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ചില വെർബിന്റെ കൂടെ എന്താണ് ES വരും, വളരെ ചുരുക്കം ചില വെർബിന്റെ കൂടെ IS വരും. അത് നിങ്ങൾ എന്താണ് പ്രത്യേകം മനസ്സിലാക്കി തന്നെ വെക്കുക. അപ്പൊ നിങ്ങളെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ വെർബിന്റെ ഒരു ഷീറ്റ് നിങ്ങൾക്ക് അയച്ചു തരാം. ആ ഷീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഏതൊക്കെ വെർബിന്റെ കൂടെ ESഉം അല്ലെങ്കിൽ ഏതൊക്കെ വെർബിന്റെ കൂടെ ISഉം വരുമെന്നുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കേണ്ടത് ഷീ എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ നമ്മൾ എഴുതേണ്ടത് ES ആണ്, ഗോസ് എന്നുള്ളതാണ്. ഇവിടെ ഗോ അല്ല ഗോസ് ആണ്. കാരണം ഒരാളാവുമ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വെർബിന്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ഒക്കെ ചേർക്കണം. ഷീ ഗോസ് ടു സ്കൂൾ അല്ലേ, അവൾ സ്കൂളിൽ പോകാറുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഈ സെന്റൻസ് ഉപയോഗിച്ചത്. അവിടെ സബ്ജക്ട് എഴുതി, രണ്ടാമത് വെർബ് എഴുതി, മൂന്നാമത് ഒബ്ജക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ടു സ്കൂൾ എന്നുള്ളത് ഒബ്ജക്റ്റ് അല്ല. എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മളെ സെന്റൻസ് പറഞ്ഞു നോക്കാം. ഇവിടെ സബ്ജക്ട് വെർബ് ഒബ്ജക്റ്റിന്റെ റൂൾ അനുസരിച്ച് ഷീ അവൾ ഗോസ് അല്ലെ പോകാറുണ്ട്. ഇവിടെ ആര് അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിച്ചാൽ ഇവിടെ ആൻസർ ഉണ്ടോ? അവൾ പോകാറുണ്ട് ആരെ എന്ന് ചോദിച്ചാൽ ആൻസർ ഇല്ല. അവൾ പോകാറുണ്ട് എന്തിനെ എന്ന് ചോദിച്ചാൽ ആൻസർ ഇല്ല. അപ്പൊ സ്കൂൾ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് അല്ല, സെന്റൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ബാക്കി കാര്യങ്ങളാണ്. അത് നമ്മൾ അതുപോലെ എന്താണ് അത് കഴിഞ്ഞ് സബ്ജക്റ്റും വെർബും കഴിഞ്ഞ് ഒബ്ജക്റ്റ് ഇല്ലാത്തത് കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞ് നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഷീ ഗോസ് ടു സ്കൂൾ എന്ന് എഴുതുന്നത്. ഷീ ടു സ്കൂൾ ഗോസ് എന്നൊന്നും നിങ്ങൾ എഴുതി കളയല്. നമ്മൾ ഈ മലയാളം ഇംഗ്ലീഷും സെന്റൻസും വളരെ വ്യത്യാസമുണ്ട്. ഇപ്പൊ മലയാളത്തിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ അവൾ സ്കൂളിൽ പോകാറുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്.
അവൾ കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞാണ് പോവുക എന്നുള്ളത് ഞാൻ മലയാളത്തിൽ പറഞ്ഞതെങ്കിൽ ഇംഗ്ലീഷിൽ നേരെ തിരിച്ചാണ്. ഇംഗ്ലീഷ് പഠിച്ചു കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ മലയാളം സെന്റൻസ് അതേപോലെ എഴുതാൻ ശ്രമിക്കും. അവൾ സ്കൂളിൽ പോകാറുണ്ടെന്നത് ആദ്യം ഷീ എഴുതും, രണ്ടാമത് സ്കൂളിൽ എന്ന് എഴുതുമ്പോൾ ടു സ്കൂൾ എന്ന് എഴുതും, മൂന്നാമത് പോകാറുണ്ട് ഗോ എന്നൊക്കെ എഴുതി വെക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് മനസ്സിലാക്കേണ്ടത്. എപ്പോഴും ഇംഗ്ലീഷ് നമ്മൾ എഴുതിയാലും സംസാരിച്ചാലും ആദ്യം മൈൻഡിൽ വരേണ്ടത് സബ്ജക്റ്റ് എഴുതുക, വെർബ് എഴുതുക, പ്രവൃത്തി കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളത് എന്നും നമ്മൾ എഴുതാവും കേട്ടോ. രണ്ടാമത് നമ്മൾ IS വരുന്ന സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഷീ സ്റ്റഡി ദ ലെസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെന്റൻസ് തെറ്റാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഷീ അവിടെ ഒരാളാവുമ്പോൾ നമ്മൾ വെർബിന്റെ കൂടെ SO ESO IESO ഏതെങ്കിലും ഒരെണ്ണം എഴുതണം അല്ലേ. അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത് വൈൽ അവസാനിക്കുന്ന ഒട്ടുമിക്ക വെർബുകളുടെ കൂടെ, എല്ലാ വെർബുകളുടെ കൂടെ അല്ല, ഒട്ടുമിക്ക വെർബുകളുടെയും IS ആണ് വരുന്നത് അല്ലേ. അങ്ങനെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്താണ് എഴുതാൻ പറ്റും. സ്റ്റഡി എന്നുള്ള വെർബ് വൈൽ അവസാനിക്കുകയാണ്, അപ്പൊ നമ്മൾ IS ആണ് ചേർക്കേണ്ടത്, സ്റ്റഡീസ് എന്നുള്ളത്. അതുപോലെ ക്രൈ എന്ന് പറഞ്ഞാൽ വൈൽ അവസാനിക്കും, നമ്മൾ CRIES ആണ്, ക്രൈസ് എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ വൈൽ അവസാനിക്കുന്ന ഒട്ടുമിക്ക വെർബും എന്ന് വെച്ചാൽ പ്ലേ എന്ന് വെച്ചാൽ കളിക്കുക അല്ലെ, വൈലാണ് അവസാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ IS അല്ല, അവിടെ S ആണ് ചേർക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ വെർബും അല്ല, ഒട്ടുമിക്ക വെർബുകളുടെ വൈൽ അവസാനിച്ചു കഴിഞ്ഞാൽ അവിടെ IS ആണ് ചേർക്കുന്നത്. അപ്പൊ ഈ സെന്റൻസ് നോക്കി കഴിഞ്ഞാൽ ഷീ സ്റ്റഡീസ് ദ ലെസൺസ് അല്ലേ, അവൾ പാഠങ്ങൾ പഠിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഇത് ഒബ്ജക്റ്റ് ആണ് ദ ലെസൺസ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കത് പറഞ്ഞു നോക്കാം. അവൾ പഠിക്കുന്നു ആരെ അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ പാഠങ്ങളെയാണ്. അപ്പൊ അത്തരത്തിൽ അവിടെ ഒബ്ജക്റ്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ അനായാസം നമുക്കറിയാം ആ സെന്റൻസിന്റെ സ്ട്രക്ചർ. ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നു ഷീ, അത് കഴിഞ്ഞ് നമ്മൾ വെർബ് എഴുതുന്നു, അത് കഴിഞ്ഞ് നമ്മൾ ഒബ്ജക്റ്റ് എഴുതുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇവിടെ ഒരാളായതുകൊണ്ടാണ് SES IS എന്നുള്ള ക്രമത്തിൽ സിമ്പിൾ പ്രസന്റിൽ മാത്രം നമ്മൾ എന്താണ് വെർബിന്റെ കൂടെ അത് എഴുതുന്നത് കേട്ടോ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ പ്രസന്റ് നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ പെർഫെക്റ്റ് ടെൻസ് എന്ന് കേട്ടാലേ പല കൂട്ടുകാർക്കും സംശയമാണ് ഏത് സാഹചര്യത്തിലാണ് ഈ പെർഫെക്റ്റ് ടെൻസുകൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ പാസ്റ്റിൽ കഴിഞ്ഞു പോയ സമയത്ത് ഒരു ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ പറയുന്ന സമയത്തും അത് പൂർത്തിയായിട്ടില്ലെങ്കിലാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ആ കാര്യങ്ങൾ പറയേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്കൂളിൽ വെക്കേഷൻ കഴിഞ്ഞ് എന്താണ് അഡ്മിഷൻ ആരംഭിക്കാറുണ്ട് അല്ലെ. സാധാരണ ബസ്സിന്റെ ബാക്കിലായി ഫ്ലെക്സിൽ അവർ പരസ്യം ചെയ്യാറുണ്ട്, ദ അഡ്മിഷൻ ഹാസ് സ്റ്റാർട്ടഡ് അല്ലെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ അവർ ഉപയോഗിച്ചിരിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വായിക്കുന്ന സമയത്ത് എന്താണ് ആ സമയത്ത് ആരംഭിച്ച പ്രവൃത്തിയല്ല, കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമോ അഡ്മിഷൻ എന്താണ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ വായിക്കുന്ന ഈ സമയത്തും എന്താണ് അത് പൂർത്തിയായിട്ടില്ല, ഇപ്പോഴും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അഡ്മിഷൻ കംപ്ലീറ്റ് ആയി ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പാസ്റ്റ് ആക്കി പറയാം. പിന്നെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് പറയില്ല, അത് നേരെ സിമ്പിൾ പാസ്റ്റിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കണം, ഒരു ആക്ഷൻ അത് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ഈ പറയുന്ന സമയത്ത് അത് പൂർത്തിയായിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഈ പ്രസന്റിൽ ബാക്കിയുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന ടെൻസ്. ഇനി മനസ്സിലാത്ത കൂട്ടുകാർക്ക് ഒരു എക്സാമ്പിൾ കൂടി പറയാം. കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തീരുമാനിക്കുന്നു ഓൺലൈൻ വഴി, ഫ്ലിപ്കാർട്ട് വഴിയോ ആമസോൺ വഴിയോ നമുക്കൊരു ഐഫോൺ വാങ്ങാം അല്ലേ. ഇന്ന് രാവിലെ ഫ്ലിപ്കാർട്ടിൽ കയറി നമ്മൾ ഓർഡർ ചെയ്യുകയാണ്. പ്ലേസ് യുവർ ഓർഡർ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത ഉടനെ നമുക്കൊരു മെയിലോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ വരും, യു ഹാവ് പ്ലേസ്ഡ് ആൻ ഓർഡർ. എന്തുകൊണ്ടാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അവിടെ ഉപയോഗിച്ചെന്ന് ചോദിച്ചാൽ മൊബൈൽ ഓർഡറിംഗുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അത് പൂർത്തിയായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്ന ഈ സമയത്തും ആ സാധനം നമ്മുടെ കൈ കിട്ടിയിട്ടില്ല. ഓർഡർ ആ കൊറിയർ കമ്പനി റിസീവ് ചെയ്യുക, അവർ എന്താണ് മൊബൈൽ പാക്ക് ചെയ്യുക, അവരവിടെ നിന്ന് കൊറിയറിൽ അയക്കുക, നാളെയോ മറ്റന്നാളോ മൊബൈൽ നമ്മുടെ കൈ കിട്ടുള്ളൂ. അപ്പൊ ഓർഡറിംഗുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തി നമ്മൾ ഈ പറയുന്ന സമയത്തും പൂർത്തിയാവാൻ ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചത്. നാളെ മറ്റന്നാളോ മൊബൈൽ കൈ കിട്ടി കഴിഞ്ഞാൽ എന്താണ് അത് പാസ്റ്റായി മാറും. അപ്പൊ ഇപ്പോഴും അത് പ്രസന്റ് ആണ്, കാരണം ആക്ഷൻ ഇതുവരെയും പൂർത്തിയായിട്ടില്ല എന്നുള്ളതുകൊണ്ട്. അപ്പൊ സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും എന്തുകൊണ്ടാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി കാണും. മലയാളത്തിൽ നമ്മൾ പറയുന്നത് എഴുതിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ഇത്തരത്തിലൊക്കെ മലയാള പ്രയോഗം നമ്മൾ എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാറുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസുമായി ബന്ധപ്പെട്ട് സെന്റൻസിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇവിടെ സബ്ജക്ട്, അത് കഴിഞ്ഞ് ഓക്സിലറി വെർബ്, പിന്നെ മെയിൻ വെർബ്, അത് കഴിഞ്ഞ് ഒബ്ജക്റ്റ് എന്ന രീതിയിലാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ സെന്റൻസുകൾ എഴുതുകയും പറയുകയും ചെയ്യേണ്ടത്. അപ്പൊ നമുക്കറിയാം ആദ്യം ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ സബ്ജക്ട് എഴുതണം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ട് ഓക്സിലറി വെർബ് ഉണ്ട്. അപ്പൊ രണ്ട് ഓക്സിലറി വെർബ് വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം എന്തിനാണ് രണ്ട് ഓക്സിലറി വെർബ്. അവിടെയാണ് സബ്ജക്റ്റിന്റെ പ്രാധാന്യം. സബ്ജക്ട് സിംഗുലർ ആണ്, ഒരാളാണെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞ് ഹാസും, ഒന്നിൽ കൂടുതലോ ഐ ആണെങ്കിലോ അത് കഴിഞ്ഞ് ഹാവ് എഴുതുക, അതിനുശേഷം നമ്മൾ വെർബ് എഴുതണം, അത് കഴിഞ്ഞ് നമ്മൾ ഒബ്ജക്റ്റും, പിന്നെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതി കഴിഞ്ഞാൽ സെന്റൻസ് എന്താണ് കംപ്ലീറ്റ് ആവും. ഇവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അവൾ ഒരു നോവൽ എഴുതിയിട്ടുണ്ട് അല്ലേ.
ഇവിടെ നമുക്കറിയാം അവൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും? ഷീ എന്ന് പറയും. അപ്പൊ സബ്ജക്ട് നമുക്കിവിടെ കിട്ടി. അപ്പൊ വെർബാണ് വേണ്ടത്. അപ്പൊ വെർബിൽ ഓക്സിലറി വെർബ് ഈ ടെൻസുമായി ബന്ധപ്പെട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഹാസും ഹാവും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരാളാണ്, സിംഗുലർ ആണെങ്കിൽ, ഒന്നാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഹാസ് ഉപയോഗിക്കണം, അല്ലേ? ഷീ ഹാസ്. ഇത് നമ്മൾ എഴുതേണ്ടത് വെർബിന്റെ മൂന്നാമത്തെ രൂപമാണ്. വെർബ് എന്ന് വെച്ചാൽ പ്രവൃത്തിയാണ്. ഇവിടെ എഴുതുക എന്നുള്ള പ്രവൃത്തിയാണ്. അത് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ എഴുതുക എന്ന് പറഞ്ഞാൽ റൈറ്റ് ആണ് അതിന്റെ മൂന്നാമത്തെ രൂപം, അല്ലേ? റൈറ്റ്, റോട്ട്, റിട്ടൺ എന്നുള്ളതാണ്. അപ്പൊ റിട്ടൺ എന്നുള്ളതാണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. ഇനി നമ്മൾ എഴുതേണ്ടത് ഒബ്ജക്റ്റ് ആണ്, അല്ലേ? വെർബിൽ തന്നെ നമ്മൾ ഓക്സിലറി വെർബ് എഴുതി, മെയിൻ വെർബ് എഴുതി, പിന്നെ നമ്മൾ ഒബ്ജക്റ്റ് എഴുതണം. ഒബ്ജക്റ്റ് എന്ന് ചോദിച്ചാൽ എ നോവൽ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ഷീ ഹാസ് റിട്ടൺ എ നോവൽ, അവൾ ഒരു നോവൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി സബ്ജക്റ്റ് മാറുന്നതനുസരിച്ച് ഓക്സിലറി വെർബ് മാറും എന്നല്ലാതെ ഇവിടെ വെർബും അതുപോലെ ഒബ്ജക്റ്റും മാറില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തൊരു സബ്ജക്ട് നോക്കുകയാണെങ്കിൽ അവർ, ഇല്ലേ? ഒന്നിൽ കൂടുതലാണ്, പ്ലൂറൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അവർ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇംഗ്ലീഷിൽ നമ്മൾ ദേ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എഴുതേണ്ടത് ഹാസ് ഓർ ഹാവിൽ ഏതാണ്? ഞാൻ പറഞ്ഞു സിംഗുലർ ആണ്. ഒന്നാണെങ്കിൽ ഹാസ് ആണെങ്കിൽ, ഒന്നിൽ കൂടുതലോ ഐ ആണെങ്കിലോ ഹാവ് ആണ് എഴുതേണ്ടത്, അല്ലേ? അപ്പൊ എങ്ങനെ പറയും? ദേ ഹാവ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം സെയിം തന്നെയാണ്. വെർബിന്റെ മൂന്നാമത്തെ രൂപവും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ് നമ്മൾ എഴുതണം റിട്ടൺ എ നോവൽ എന്നുള്ളതാണ്. അപ്പൊ ദേ ഹാവ് റിട്ടൺ എ നോവൽ, അവർ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്, അല്ലേ? ഞാൻ പറഞ്ഞു ഐ എന്ന സബ്ജക്റ്റ് നമ്മൾ ഇംഗ്ലീഷിൽ പ്ലൂറൽ ആയിട്ട്, ഒന്നിൽ കൂടുതലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. കാരണം കൊണ്ട് തന്നെ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റിന് ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബുകളാണ് ഐയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട്, അവിടെ സബ്ജക്റ്റ് നമുക്കറിയാം ഐ ആണ്, അല്ലേ? അത് കഴിഞ്ഞ് ഇവിടെ ഹാവ് ആണ് നമ്മൾ എഴുതേണ്ടത്. എന്തുകൊണ്ടാണ്? പ്ലൂറൽ ആയിട്ട് ഐയെ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട്. ഐ ഹാവ്, അല്ലേ? ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല. വെർബിന്റെ മൂന്നാമത്തെ രൂപം റിട്ടൺ തന്നെയാണ്. ഒബ്ജക്റ്റ് എ നോവൽ തന്നെയാണ്. ഐ ഹാവ് റിട്ടൺ എ നോവൽ, ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്. ആദ്യം നിങ്ങൾ അതിന്റെ യൂസേജ് മനസ്സിലാക്കുക, എവിടെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന്. പിന്നെ മനസ്സിലാക്കേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സെന്റൻസ് സ്ട്രക്ചർ ആണ്. സബ്ജക്ട് കഴിഞ്ഞ് ഒരാളാണെങ്കിൽ ഹാസ്, ഒന്നിൽ കൂടുതൽ ഐ ആണെങ്കിലോ ഹാവ്, അത് കഴിഞ്ഞ് വെർബിന്റെ മൂന്നാമത്തെ രൂപം, പിന്നെ ഒബ്ജക്റ്റും, ബാക്കിയുള്ളതെല്ലാം. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ അടുത്ത പഠിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒരു കാര്യം ഈ പറയുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിലാണ് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. അപ്പൊ പറയുന്ന സമയത്ത് നടക്കുന്ന വെച്ചാൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നു, ഇതൊക്കെ ഇപ്പൊ നടക്കുന്ന ആക്ഷനാണ്. നമ്മൾ പറയുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കേണ്ടത്. പ്രസന്റ് കണ്ടിന്യൂസിന്റെ സെന്റൻസിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം സബ്ജക്റ്റ് ആണ്, അത് കഴിഞ്ഞ് ഓക്സിലറി വെർബ് ഉണ്ട്, പിന്നെ വെർബിന്റെ എന്താണ് ING ഫോം ആണ്, പിന്നെ നമ്മൾ ഒബ്ജക്റ്റ് ആണ് എഴുതേണ്ടത്, അല്ലേ? ഇവിടെ സബ്ജക്റ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് 3 ഓക്സിലറി വെർബ് കാണാം. സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ അത് കഴിഞ്ഞ് ഈസ് എഴുതാം, ഒന്നിൽ കൂടുതലാണെങ്കിൽ ആർ എഴുതാം, ഐ കഴിഞ്ഞ് നമ്മൾ ആമുമാണ് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ മലയാള പ്രയോഗം നമ്മൾ എഴുതുന്നു എന്ന് കോമൺ ആയിട്ട് നമ്മൾ എഴുതുന്നു എന്ന് പറയും, പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് പറയേണ്ടത് എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരു പ്രവൃത്തി നമ്മൾ അതിന്റെ ദൈർഘ്യം കാണിക്കാൻ വേണ്ടിയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. മലയാളത്തിൽ ഒരുപാട് ആൾക്കാർ അത്തരത്തിലൊരു യൂസേജ് ഇങ്ങനെ ഉപയോഗിക്കാറില്ല. അക്കാരണം കൊണ്ട് തന്നെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മലയാള പ്രയോഗം വെച്ച് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ടെൻസ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. അതുകൊണ്ടാണ് ഞാനിവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന വെർബിന് പകരം എഴുതുന്നു എന്നാക്കിയത്. അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അവൾ ഒരു നോവൽ എഴുതുന്നു, അല്ലേ? അപ്പൊ ആ സെന്റൻസ് നമുക്ക് മനസ്സിലാക്കാം, അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഉടനെ നമ്മൾ ചെയ്യേണ്ടത്, ഇത് സെന്റൻസ് എഴുതാൻ വളരെ എളുപ്പമാണ്. ഈ സെന്റൻസിന്റെ എന്താണ് സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണ്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, അല്ലേ? ഇവിടെ വെർബ് എന്ന് പറഞ്ഞാൽ 2 വെർബ് ഉണ്ട്, ഓക്സിലറി ഉണ്ട്, മെയിൻ വെർബും ഉണ്ട്. ഓക്സിലറി തന്നെ 3 എണ്ണം ഉണ്ട്, ഈസ് ഉണ്ട്, ആർ ഉണ്ട്, ആം ഉണ്ട്. വെർബിന്റെ ഏത് രൂപമാണെന്ന് ചോദിച്ചാൽ ING ഫോമാണ്. അപ്പൊ അവളെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുന്നത് ഷീ എന്നാണ്, അല്ലേ? അപ്പൊ ഒരാളാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ ഈസ് വരൂ, ആർ വരൂ, ആം വരൂ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഒരാളാണെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞ് ഈസ് ആണ് എഴുതേണ്ടത്. ഷീ ഈസ്, അല്ലേ? ഇനി രണ്ടാമത് നമ്മൾ എഴുതേണ്ടത് മെയിൻ വെർബാണ്. മെയിൻ വെർബ് ഏതാണ്? എഴുതുക എന്നുള്ളതാണ്, റൈറ്റ്, അല്ലേ? അപ്പൊ റൈറ്റിന്റെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ING ചേർക്കണം എന്നുള്ളതാണ് അവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ എങ്ങനെ എഴുതും? ഷീ ഈസ് റൈറ്റിംഗ്, അല്ലേ? പിന്നെ നമ്മൾ എഴുതേണ്ടത് ഒബ്ജക്റ്റ് ആണ്. എന്താണ്? എ നോവൽ, ഒരു നോവൽ എന്നുള്ളത്. ഷീ ഈസ് റൈറ്റിംഗ് എ നോവൽ, അവൾ ഒരു നോവൽ എഴുതുന്നു എന്നുള്ളതാണ് ആ സെന്റൻസിന്റെ അർത്ഥം. നമുക്ക് ഒന്നിൽ കൂടുതൽ എന്താണ് ആൾക്കാരുണ്ടെങ്കിൽ ആ സെന്റൻസ് എങ്ങനെ പറയും എന്നുള്ളതാണ്. ഇവിടെ നോക്കാം, അവർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ദേ എന്നുള്ളതാണ് സബ്ജക്ട്, അല്ലേ? ഒന്നിൽ കൂടുതലാകുമ്പം ഈസ് വരൂ, ആർ വരൂ, ആം വരൂ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം എന്താണ്, ഈസും വരൂല, ആമും വരൂല, ആറാണ് വരുന്നത്. എങ്ങനെ പറയും? ദേ ആർ.
ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഇല്ല. വെർബ് സെയിം തന്നെയാണ്, അതുപോലെ ഒബ്ജക്റ്റും സെയിം തന്നെയാണ്, ഒരു മാറ്റവും ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓക്സിലറി വെർബ് സബ്ജക്റ്റിന്റെ എണ്ണം അനുസരിച്ച് മാറുമെന്ന് മാത്രമാണ്. ബാക്കി വെർബിനോ ഒബ്ജക്റ്റിനോ ഒന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല. എങ്ങനെ പറയും? ദേ ആർ റൈറ്റിംഗ് എ നോവൽ എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ സെന്റൻസ് നോക്കാം. ഞാനൊരു നോവൽ എഴുതുന്നു. അപ്പൊ നമുക്കറിയാം ഞാനെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഐ എന്നാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഈസ് എഴുതൂ, ആർ എഴുതൂ, ആം എഴുതൂ എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിൽ ആം ഉപയോഗിക്കുന്ന ഒരേ ഒരു സബ്ജക്റ്റ് ഐ ആണ്. അതിന്റെ കൂടെ മാത്രമേ ആം വരുള്ളൂ. ഷീ ആമെന്നോ ദേ ആമെന്നോ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇനി അടുത്ത വർഷമല്ലോ ഇറങ്ങിയാൽ ചിലപ്പോൾ എന്താണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. അതിന്റെ കൂടെ മാത്രമേ നമ്മൾ എന്താണ് ആം ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ പ്രസന്റ് കണ്ടിന്യൂസിൽ മാത്രമേ ആം വരുള്ളൂ. പൊതുവെ എന്ത് പറഞ്ഞാലും നമ്മൾ ഐ ആം എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. സിമ്പിൾ പ്രസന്റിലായാലും ഐ ലവ് യു എന്ന് പറയുന്ന ആ സെന്റൻസ് നമ്മൾ മനസ്സിലാക്കിയതാണ്. അവിടെ ഐ ആം ലവ് യു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇനി ഈ സെന്റൻസ് നമ്മൾ എങ്ങനെ പറയും? ഐയുടെ കൂടെ ആം എഴുതി ഐ ആം, ബാക്കിയുള്ളതെല്ലാം അതേപോലെ എഴുതുകയാണ്. റൈറ്റിംഗ് എ നോവൽ അല്ലേ? അപ്പൊ ഞാനൊരു നോവൽ എഴുതുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. അതിന്റെ സാഹചര്യം ഞാൻ പറഞ്ഞു തന്നു. അതുപോലെ സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ ഈസും, ഒന്നിൽ കൂടുതലാണെങ്കിൽ ആറും, ഐ ആണെങ്കിൽ ആമും എഴുതുക, വെർബിന്റെ ING എഴുതുക എന്നുള്ളതാണ് ആ സെന്റൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് പ്രസന്റുമായി ബന്ധപ്പെട്ട് ഒരു ടെൻസ് കൂടെ ബാക്കിയുണ്ട്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ ഈ പ്രസന്റ് കണ്ടിന്യൂസും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും തമ്മിലുള്ള വ്യത്യാസം ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടിന്റെയും യൂസേജ്, ഉപയോഗം ഒന്ന് തന്നെയാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നടക്കുന്ന ഒരു ആക്ഷൻ അത് കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിലാണ് പ്രസന്റ് കണ്ടിന്യൂസും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ഉപയോഗിക്കുന്നത്. വ്യത്യാസം ദൈർഘ്യമാണ്. ഒരു സുഹൃത്തിനെ വിളിക്കുന്ന സമയത്ത് ഞാനൊരു സിനിമ കാണുന്നു എന്ന് വെക്കുക. ആ പ്രവൃത്തി ആ സമയത്ത് നടക്കുകയാണ്. അപ്പൊ അത്തരത്തിലൊരു ആക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിനിമകൾ ഇങ്ങനെ മാറി മാറി കാണുകയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഇന്ന് ജോലിയൊന്നുമില്ല, അതുകൊണ്ട് ഒരുപാട് സമയമായി ഞാൻ പല പല സിനിമകളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരാളെന്നെ വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അതിന്റെ ദൈർഘ്യം എനിക്ക് അറിയിക്കാൻ, ഞാൻ ഒരുപാട് സമയമായി ആ പ്രവൃത്തി ചെയ്തു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി അവിടെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടെൻസാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇംഗ്ലീഷ് അറിയുന്ന ഒരാളടുത്ത് പറയുമ്പോൾ അയാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആക്ഷൻ ആരംഭിച്ചിട്ട് ഒരുപാട് സമയമായോ അല്ലെങ്കിൽ കുറച്ച് സമയമായോ എന്നുള്ളത്. നിങ്ങൾ രണ്ട് ടെൻസ് ഉപയോഗിച്ചാലും ശരി തന്നെയാണ്, ആരും അടിക്കുകയൊന്നുമില്ല തെറ്റെന്ന് പറഞ്ഞിട്ട്, രണ്ടും ശരി തന്നെയാണ്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നുള്ള ആ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് എഴുതുകയും പറയുകയും ചെയ്യേണ്ടത്. ഇവിടെ സബ്ജക്ട് കഴിഞ്ഞ ഇവിടെ ഓക്സിലറി വെർബ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഹാസ് ബീൻ എന്നും ഹാവ് ബീൻ എന്നും കാണാം. വെർബിന്റെ ING ഫോമാണ്. കണ്ടിന്യൂസ് ടെൻസിൽ എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം, വെർബിന്റെ ING ഫോമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ പെർഫെക്റ്റ് ടെൻസ് എവിടെ കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെർബിന്റെ V3 ഫോമാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഇവിടെ മലയാള പ്രയോഗം സെയിം തന്നെയാണ്. പ്രസന്റ് കണ്ടിന്യൂസിന്റെയും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെയും എഴുതുന്നു എന്നുള്ളത് വ്യത്യാസം ഞാൻ പറഞ്ഞു, ആ പ്രവൃത്തികൾ തമ്മിലുള്ള ദൈർഘ്യമാണ്. കുറച്ച് ദൈർഘ്യമാണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസിലും, ഒരുപാട് ദൈർഘ്യമുണ്ടെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും പറയാം. ഇപ്പൊ വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ 6 മാസമായി ഒരു സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പൊ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസി പറയുന്നു. പക്ഷെ നിങ്ങൾ 6 വർഷമായി അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഒരുപാട് ദൈർഘ്യമുള്ളത് കൊണ്ട് അവിടെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഉദാഹരണം നോക്കാം, അവൾ ഒരു നോവൽ എഴുതുന്നു. അവളൊരു നോവൽ എഴുതി തുടങ്ങിയിട്ട് ഇപ്പൊ 2-3 ആഴ്ചയായി, പക്ഷെ ഇപ്പോഴും അവൾ എന്താണ് ആ നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നാളായി ആക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, ഇതുവരെയും എന്താണ് ആ നോവൽ എഴുതി തീർന്നിട്ടില്ല. അപ്പൊ അത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രവൃത്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നമ്മൾ ദൈർഘ്യം കൂടുതലാണെങ്കിൽ നമ്മൾ കാണിക്കേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇവിടെ നമുക്ക് സബ്ജക്ട് എഴുതാം, ഷീ എന്നുള്ളതാണ് അവൾ അല്ലേ? അത് കഴിഞ്ഞ് ഒരാളാണെങ്കിൽ പ്രത്യേകം മനസ്സിലാക്കണം ഹാസ് ബീൻ ആണ്. ഒന്നിൽ കൂടുതൽ ഐ ആണെങ്കിലോ ഹാവ് ബീൻ ആണ്. അത് കഴിഞ്ഞ് വെർബിന്റെ ING ഫോമും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റും എഴുതാൻ സാധിക്കുന്നതാണ്. ഷീ കഴിഞ്ഞ് നമ്മൾ എന്ത് എഴുതണം? ഷീ ഹാസ് ബീൻ എന്ന് എഴുതുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വെർബ് എഴുതണം. വെർബിന്റെ ING ആണ് എഴുതുക എന്നുള്ള, റൈറ്റ് എന്നുള്ളതിന്റെ ING റൈറ്റിംഗ് എന്നുള്ളതാണ് അല്ലേ? ഷീ ഹാസ് ബീൻ റൈറ്റിംഗ്. പിന്നെ നമുക്കറിയാം ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എ നോവലാണ്. എങ്ങനെ പറയും? ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് എ നോവൽ. ഇനി രണ്ടാമത്തെ സെന്റൻസ്, അവർ ഒരു നോവൽ എഴുതുന്നു അല്ലേ? ഇവിടെ സബ്ജക്ട് ദേ ആണ്. ഒന്നിൽ കൂടുതലാണെങ്കിലും ഐ ആണെങ്കിലും നമ്മൾ ഹാവ് ബീൻ എന്നുള്ള ഓക്സിലറി വെർബാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ എങ്ങനെ പറയും? ദേ ഹാവ് ബീൻ അല്ലേ? ബാക്കിയുള്ള ഒന്നിനും മാറ്റം ഉണ്ടാവില്ല. റൈറ്റിംഗ് എ നോവൽ എന്നുള്ളതാണ്. ഇനി ഞാനൊരു നോവൽ എഴുതുന്നു അല്ലേ? ഞാൻ എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ഐ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് എഴുതണം? ഹാവ് ബീൻ എന്ന് എഴുതണം. പ്ലസ് ഈ പറഞ്ഞ പോലെ എന്താണ് വെർബും ഒബ്ജക്റ്റ് ഒന്നും മാറൂല, അതുപോലെ എഴുതിയാൽ മതി. റൈറ്റിംഗ് എ നോവൽ എന്നുള്ളതാണ്. അപ്പൊ ഒരുപാട് ദൈർഘ്യം എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു കൗതുകമുണ്ട്, ആക്ഷൻ തുടങ്ങിയിട്ട് എത്ര സമയമായി, എത്ര നാളായി എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പൊ ഈ സമയം കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷനാണ് സിൻസും ഫോറും. ഇത് നമ്മൾ ഡേ 18 പഠിച്ചിട്ടുള്ളതാണ്.
പ്രപ്പോസിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡേ 18 അവൈലബിൾ ആണ്. അവിടെ ഒരുവിധമുള്ള എല്ലാ പ്രപ്പോസിഷൻസും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. തീർച്ചയായും നിങ്ങളത് കാണുക. നമ്മൾ ഈ ദൈർഘ്യമുള്ള പ്രവൃത്തികൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് എന്താണ് അത് അറിയാനുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ സമയവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഈ പറയുന്ന പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് എന്താണ് സിൻസ് ഫോറൊക്കെ ഉപയോഗിച്ച് പറയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രസന്റ് ടെൻസുമായി ബന്ധപ്പെട്ടുള്ള 4 ടെൻസുകൾ നമ്മൾ മനസ്സിലാക്കി. എല്ലാ കൂട്ടുകാർക്കും നല്ലതുപോലെ അത് മനസ്സിലായെന്ന് കരുതുന്നു. എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ചെറിയൊരു ടാസ്ക് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് 4 സെന്റൻസ് കാണാം. 4ന്റെയും ഓർഡറുകൾ തെറ്റാണ്, അതിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. അത് എന്താണെന്ന് കറക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഡേ 20 പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ടാസ്ക് ചെയ്യുമ്പോൾ സബ്ജക്റ്റ്, അതുപോലെ വെർബ്, ഒബ്ജക്റ്റ് ഈ ഒരു ഫോർമാറ്റ് മനസ്സിൽ വെക്കുക. കറക്റ്റ് ഓർഡർ തന്നെ എഴുതാനും പറയാനും നിങ്ങൾ ശീലിക്കുക. അത്തരത്തിൽ ചെയ്തെങ്കിൽ നമുക്ക് അനായാസം എന്താണ് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ പാഠത്തിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമാണെന്ന് തോന്നുമെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.